മുട്ടയുടെ പേരിൽ ആഴ്ചകളോളം നീണ്ടുനിന്ന സംഘർഷത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അമേരിക്കയുടെ വ്യാവസായിക ചരിത്രത്തിലെ വലിയ സംഭവങ്ങളിലൊന്നായ കാലിഫോർണിയ സ്വർണ്ണവേട്ടയുടെ കാലത്താണ് ഇത് സംഭവിച്ചത്. പതിനെട്ടാം നൂറ്റാണ്ടിന്റെ പകുതി വരെ മെക്സിക്കൻ സർക്കാരിന് കീഴിലുള്ള ഒരു പ്രദേശമായിരുന്നു കാലിഫോർണിയ. പറയത്തക്ക ജനസംഖ്യയോ വ്യാവസായങ്ങളോ ഇല്ലാത്ത ഒരിടം. തുടർന്ന് അമേരിക്ക യുദ്ധത്തിലൂടെ കാലിഫോർണിയ പിടിച്ചെടുത്തു. 1848 ജനുവരി 24 കാലിഫോർണിയയിൽ താമസിച്ചിരുന്ന ജെയിംസ് വിൽസൺ മാർഷൽ കൊലോമിയുടെ സിയേറ നെവാഡ പർവ്വതങ്ങളുടെ താഴ്വരയിലൂടെ നടക്കുകയായിരുന്നു. പ്രദേശത്തു കൂടി ഒഴുകുന്ന അമേരിക്കൻ റിവർ എന്ന നദിയിൽ അദ്ദേഹം സ്വർണ്ണത്തരികൾ കണ്ടെത്തി. കാലിഫോർണിയ ഗോൾഡ് റഷ് എന്ന പേരിൽ പ്രശസ്തമായ സ്വർണ്ണവേട്ടയുടെ തുടക്കമായിരുന്നു അത്. അന്ന് പൂർണ്ണമായും കാലിഫോർണിയ അമേരിക്കയുടെ കയ്യിലായിരുന്നില്ല. 1849 അത് അമേരിക്കയുടെ കൈവശമെത്തിയത്. മാർഷൽ സ്വർണം കണ്ടെത്തുന്ന സമയത്ത് കാലിഫോർണിയയുടെ ജനസംഖ്യ 6500, കാലിഫോർണിയോസ് 700 അമേരിക്കക്കാർ, പിന്നെ 1.5 ലക്ഷം തദ്ദേശീയർ എന്ന നിലയിലായിരുന്നു. വിവരം പുറത്തറിഞ്ഞു. പലരും പ്രദേശത്തെത്തി സ്വർണവുമായി മടങ്ങി. താമസിയാതെ സാൻ ഫ്രാൻസിസ്കോ നഗരത്തിലുള്ള 1/4 പുരുഷന്മാരും ടൗൺ വിട്ട് സ്വർണം കണ്ടെത്തിയ സ്ഥലത്തെത്തി. പത്രങ്ങളിലും മറ്റും ഇതേപ്പറ്റിയുള്ള റിപ്പോർട്ടുകൾ വരാൻ തുടങ്ങി. ഇതോടെ പലയിടത്തു നിന്നും ആളുകൾ അവിടേക്ക് ഒഴുകി. മെക്സിക്കോ, ചൈന, ഹവായ് എന്നിവിടങ്ങളിൽ നിന്നെല്ലാം ആളുകൾ എത്തി. അമേരിക്കയെ ആകെ സ്വർണ്ണപ്പനി ബാധിച്ചു തുടങ്ങി. 1849 ആയതോടെ അമേരിക്കയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ തങ്ങളുടെ സമ്പാദ്യങ്ങളുമായി കാലിഫോർണിയയിലേക്ക് സാഹസിക യാത്ര തുടങ്ങി. ആവോളം സ്വർണം ശേഖരിച്ച് കോടീശ്വരനാകുക എന്നതായിരുന്നു ലക്ഷ്യം. ഒരു വർഷത്തിനുള്ളിൽ ലക്ഷക്കണക്കിന് ആളുകൾ കാലിഫോർണിയയിലേക്ക് കുടിയേറ്റം നടത്തിയെന്നാണ് കണക്ക്. അവർ ഫോർട്ടീനേഴ്സേഴ്സ് എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടത്. ഇവരുടെ ആവശ്യങ്ങൾക്കായി പ്രദേശത്ത് ചെറു നഗരങ്ങൾ ഉയരാൻ തുടങ്ങി. കടകൾ, ഹോട്ടലുകൾ, ബാറുകൾ, ബാർബർ ഷോപ്പുകൾ, മറ്റു ബിസിനസ് കേന്ദ്രങ്ങളെല്ലാം ഉയർന്നു തുടങ്ങി. ഇതോടൊപ്പം മാഫിയകൾ, ചൂതാട്ട കേന്ദ്രങ്ങൾ, കൊള്ളയടി സംഘങ്ങൾ എന്നിവയും ഉടലെടുത്തു. സ്വർണ്ണവേട്ടയുടെ ഇടത്താവളമായ സാൻ ഫ്രാൻസിസ്കോ പട്ടണം ഒരു വൻ നഗരമായി രൂപാന്തരം പ്രാപിച്ചു. എന്നാൽ ഈ കുടിയേറ്റ സമയത്ത് മുട്ടകൾക്കുള്ള ആവശ്യം നന്നായി വർദ്ധിച്ചു. നല്ലൊരു ഭക്ഷണ സ്രോതസ്സായിരുന്നു മുട്ടകൾ. ഇവയുടെ വില വല്ലാതെ വർദ്ധിച്ചു. ഇന്നത്തെ കാലത്തെ വിനിമയ നിരക്ക് വെച്ച് കണക്ക് കൂട്ടിയാൽ ഒരു മുട്ടയ്ക്ക് $30 എന്ന നില വരെ എത്തി കാര്യങ്ങൾ. പലരും മുട്ട ബിസിനസ്സിൽ ഭാഗ്യം പരീക്ഷിക്കാൻ തുടങ്ങി. എന്നാൽ മുട്ടകൾക്ക് ദൗർലഭ്യമായിരുന്നു. പ്രദേശത്തിനടുത്തുള്ള ഫാരമൺ മറേ എന്ന ഇനം പക്ഷികളുടെ മുട്ടകൾ ധാരാളമുണ്ടെന്ന് ഒരാൾ കണ്ടെത്തി. അയാൾ ദ്വീപിലെത്തി ധാരാളം മുട്ടകൾ ശേഖരിച്ച് മടങ്ങി. $3000 ആയിരുന്നു അയാളുടെ അന്നത്തെ ലാഭം. ഇന്നത്തെ നിലയിൽ അതൊരു വലിയ തുകയാണ്. താമസിയാതെ കൂടുതൽ പേർ മുട്ട തേടിയിറങ്ങി. സ്വർണ്ണവേട്ടയ്ക്കൊപ്പം മുട്ടവേട്ടയും കലശലായി. ഇതിനിടെ ഒരു 6 അംഗ സംഘം ദ്വീപ് തങ്ങളുടെ സ്വന്തമാണെന്ന് പ്രഖ്യാപിച്ചു. അവിടെ ഒരു ലൈറ്റ് ഹൗസ് സ്ഥാപിക്കാനായി സർക്കാരും തീരുമാനിച്ചു. താമസിയാതെ ഈ ദ്വീപ് അക്രമ സംഭവങ്ങളുടെ കൂത്തരങ്ങായി മാറി. മുട്ടകൾ കൊള്ളയടി മുതൽ ദേഹോപദ്രവം വരെ നിർബാധം തുടർന്നു. ഇതാണ് എഗ് വാർ അഥവാ മുട്ടകൾക്കായുള്ള യുദ്ധം. വ്യാവസായികമായി നോക്കിയാൽ സ്വർണ്ണവേട്ട ലാഭമായിരുന്നു. 10 വർഷത്തിലധികം നീണ്ടുനിന്ന ഈ പ്രവൃത്തിയിൽ 3.5 ലക്ഷം കിലോയോളം സ്വർണമാണ് കുഴിച്ചെടുത്തത്. ആയിരക്കണക്കിന് പേർ ഈ സ്വർണ്ണവേട്ടയിലൂടെ കോടീശ്വരരായി. US ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കുടിയേറ്റം കൂടിയാണ് കാലിഫോർണിയയിൽ നടന്നത്. വിവിധ രാജ്യങ്ങളിലുള്ളവർ ഇവിടെ വന്ന് വാസമുറപ്പിച്ചു. കാലിഫോർണിയയുടെ കോസ്മോപൊളിറ്റൻ സംസ്കാരത്തിന് വിത്തുപാകിയ ഒരേടായിരുന്നു ഈ കുടിയേറ്റം.